ചെറുകിട കേബിൾ ടിവി മേഖലയെ തകർക്കുന്ന കെഎസ്ഇബി നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാർച്ച് 17 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് സമരപരമ്പര നടത്തുമെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. കേരള വിഷൻ ഡിജിറ്റൽ കേബിൾ ടിവി സർവീസ് 30 ലക്ഷത്തോളം വീടുകളിൽ സേവനമെത്തിച്ച് ദേശീയ തലത്തിൽ 5ാം സ്ഥാനത്തും 12.5 ലക്ഷത്തോളം കണക്ഷൻ നൽകി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് 6ാം സ്ഥാനത്തുമാണുള്ളത്. എന്നാൽ ചെറുകിട കേബിൾ ടിവി മേഖലയെ തച്ചുടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് മുന്നോട്ടു പോകുന്നത്. ഒന്നിൽ കൂടുതൽ കേബിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കേബിളിനും പ്രത്യേക നിരക്ക് വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കെഎസ്ഇബി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമൂലം 6, 12 ഫൈബർ ഉൾപ്പെടുന്ന 2 കേബിൾ സ്ഥാപിച്ച ഒരു ചെറുകിട ഓപ്പറേറ്റർ ഇരട്ടി തുക നൽകേണ്ട സാഹചര്യമുണ്ടാകും. വലിയ കുത്തകകൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കേബിൾ ടി വി രംഗത്തും ബ്രോഡ്ബാൻഡ് രംഗത്തും ആധിപത്യം പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ അത്തരം വലിയ കുത്തക കമ്പനികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ ഈ മേഖലയിൽ സ്വാധീനമുറപ്പിക്കാൻ കഴിയാത്തത് കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഈ മേഖലയിലെ സജീവമായ സാന്നിധ്യം വന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളൊന്നായ ടെലിവിഷനും അതുപോലെ തന്നെ ഇന്റർനെറ്റും ചുരുങ്ങിയ നിരക്കിൽ ഇന്ന് കേരളത്തിൽ ലഭ്യമാകുന്നത്. അതിന് കാരണം കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി മേഖലയുടെ സജീവമായ സാന്നിധ്യമാണ്. പക്ഷേ ഈ നിരക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് കെഎസ്ഇബിയുടെ സമീപനത്തിലൂടെ ഇപ്പോൾ വെളിവാകുന്നത്. കാരണം വൈദ്യുതി പോസ്റ്റുകളിൽ കൂടി കേബിൾ വലിക്കുന്നതിന് സർക്കാർ അനുവദിച്ചിട്ടുള്ള കുറഞ്ഞ നിരക്ക് അനുവദിക്കുന്നതിന് സമ്മതിക്കുന്നില്ല എന്നത് കൂടാതെ വലിക്കുന്ന ഓരോ കേബിളിനും അധിക നിരക്ക് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കേബിൾ ടി വിക്കും ബ്രോഡ്ബാൻഡിനും വെവ്വേറെ നിരക്ക് വേണമെന്നുള്ള വിചിത്രമായ ആവശ്യമാണ് കെഎസ്ഇബി ചെറുകിട കേബിൾ ടി വി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരോട് പുലർത്തുന്നത്. അതേസമയം ജിയോ പോലുള്ള വൻകിട കമ്പനികൾക്ക് വലിയ നിരക്ക് ഇളവ് നൽകിക്കൊണ്ട് ഏത് രീതിയിലും കേരളത്തിന്റെ വൈദ്യുതി പോസ്റ്റുകൾ അടക്കം ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നൽകുകയാണ്. അപ്പൊ ഈ ഇരുട്ടത്താപ്പ് തുടരുന്നത് കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി മേഖലയുടെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്നത് മാത്രമല്ല, ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്നത് മാത്രമല്ല, ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന 10,000-കണക്കിന് ആളുകളുടെ തൊഴിൽ സുരക്ഷിതത്വം കൂടെയാണ് നഷ്ടമാകുന്നത്. സാധാരണക്കാരന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ടെലിവിഷനും ഇന്റർനെറ്റും കേരള വിഷൻ വഴി ചുരുങ്ങിയ നിലയ്ക്കിൽ ഇന്ന് കേരളത്തിൽ ലഭ്യമാകുന്നുണ്ട്. ഇതിന് കാരണം കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി മേഖലയുടെ സജീവമായ സാന്നിധ്യമാണ്. എന്നാൽ കെഎസ്ഇബിയുടെ നിലവിലെ സമീപനം ചെറുകിട ഓപ്പറേറ്റർമാരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇത് ഈ തൊഴിലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന 10,000-കണക്കിന് തൊഴിലാളികളുടെ തൊഴിലിനെയും പ്രതികൂലമായി ബാധിക്കും. എന്നാൽ റിലയൻസ് പോലുള്ള കുത്തക കമ്പനികൾക്ക് 96ഉം 192ഉം ഫൈബറുകൾ അടങ്ങിയ കേബിളുകൾ സ്ഥാപിച്ചതിന് ചെറിയ വാടക മതിയെന്ന നിലപാടും കെഎസ്ഇബി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സിഒയുടെ നേതൃത്വത്തിൽ മാർച്ച് 17 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് സമരപരമ്പര നടത്തുമെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. ഈ സമരത്തിന് മുന്നോടിയായി 13-ന് ജില്ലാതലത്തിലുള്ള കെഎസ്ഇബി ഓഫീസിന് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരോടും ആ മേഖലയോടും ഗവൺമെന്റ് കാണിക്കുന്ന സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കേബിളുകൾ മുറിച്ചു മാറ്റുന്നതടക്കമുള്ള സമീപനത്തിൽ നിന്ന് കെഎസ്ഇബി പിന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമൊക്കെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഈ മാർച്ച് മാസം 17-ാം തീയതി മുതൽ 21 വരെ തുടർ സമര പരമ്പരയ്ക്കാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 5 ദിവസവും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാർ പങ്കെടുക്കുന്ന തുടർ സമര പരമ്പര നടത്തുകയാണ്. ഈ സമരത്തോടുകൂടി ഈ സമരത്തിന് മുന്നോടിയായി ഈ 13-ാം തീയതി എല്ലാ ജില്ലാ തലത്തിലുള്ള കെഎസ്ഇബി ഓഫീസുകൾക്ക് മുമ്പിലും ഇത്തരത്തിലുള്ള സമരം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നടക്കുന്ന ഈ സമര പരമ്പരയോട് കൂടി ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നടന്നില്ല എങ്കിൽ വീണ്ടും തുടർ സമരവുമായി വീണ്ടും മുന്നോട്ട് പോകാനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കേരള വിഷനോടൊപ്പം നിന്നിട്ടുള്ള കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഞങ്ങളുടെ ഉപഭോക്താക്കളും അഭ്യുദയകാംക്ഷികളും
ഈ സമരമേഖലയിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. നിങ്ങളുടെ സ്നേഹവും സഹകരണവും ഉണ്ടാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. KSEBയുടെ ഈ നിലപാടിനെതിരെ സമര പരമ്പരയിലൂടെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തുടർ സമരം ഉണ്ടാകുമെന്നും COA മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.